എത്രയോ പേര് പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ സഹിച്ചിട്ട് നിൽക്കണോ, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ പെൺകുട്ടികൾ ഇങ്ങനെ സഹിച്ച് കടിച്ച് പിടിച്ച് നിൽക്കണ പെൺകുട്ടികളുണ്ടോ എന്നൊക്കെ നമുക്ക് പറയുന്നത് കേൾക്കാം, അല്ലെങ്കിൽ ചോദിക്കുന്നത് കേൾക്കാം. ഒരുപാട് പേര് പറയുന്നതും ചോദിക്കുന്നതും ഞാനും കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പറയാൻ കാരണം വേറൊന്നല്ല, സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ ജീവിത സൗകര്യങ്ങളും ഒക്കെ ഉള്ളൊരു നല്ല ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ആളെ വിവാഹം ചെയ്ത ഒരു പെൺകുട്ടിയുടെ അവസ്ഥ നമ്മളിങ്ങനെ സംസാരിച്ചതാണ് കേട്ടോ. അപ്പോൾ ആ കുട്ടി ശരിക്കും ഒരു അടിമയെ പോലെ, അതായത് ഭർത്താവ് ഭക്ഷണം കഴിക്കുന്നത് വരെ ഭർത്താവൻ ഭക്ഷണം കഴിക്കുന്ന ഡൈനിങ് ടേബിളിൻ്റെ അവിടെ നിന്ന് ആ പെൺകുട്ടി മാറാനായിട്ട് പറ്റില്ല. ആ വ്യക്തിക്ക് രാവിലെ എഴുന്നേറ്റ് ചായ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വ്യക്തി പോകേണ്ട കാറ് കഴുകണം, അല്ലെങ്കിൽ സ്കൂട്ടി അല്ലെങ്കിൽ സ്കൂട്ടർ എന്താ വെച്ചാൽ അത് കഴുകി വെക്കണം. അതുപോലെ തന്നെ ആളുടെ ഷൂ പോളിഷ് ചെയ്ത് വെക്കുക, സോക്സ്, ഇന്നേഴ്സ്, അതുപോലെ ഇടാനുള്ള ഷർട്ട് അയൺ ചെയ്യുക, ഇതെല്ലാം റെഡിയാക്കി വെക്കുക. അത് കഴിഞ്ഞ് ഭക്ഷണം അതുപോലെ തന്നെ കേട്ടോ. അപ്പോൾ കുട്ടികൾ കരഞ്ഞു വാശി പിടിച്ചു, ചെറിയ കുട്ടികളൊക്കെ വെച്ചാൽ വാശി പിടിക്കുമ്പോൾ ആ കുട്ടീനെ ഒന്ന് എടുക്കാനോ, അല്ലെങ്കിൽ ഒന്ന് ആശ്വസിപ്പിക്കാനോ, അല്ലെങ്കിൽ നീ കുട്ടീനെ നോക്കിക്കോ ഞാൻ ചെയ്തോളാം എന്ന് പറയാനോ ഭർത്താവ് പറയണില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ജീവിതങ്ങളിലൂടെ ഒരുപാട് പേര് കടന്നു പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് പറയുന്നവർക്ക് അല്ലെങ്കിൽ കേൾക്കുന്നവർക്ക് നമ്മൾ പറയുന്നത് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. അല്ലെങ്കിൽ എന്തിനാ അങ്ങനെ ഒരു ജീവിതം, എത്രയാ ഇന്നത്തെ കാലത്തൊക്കെ പെൺകുട്ടികൾ ഇങ്ങനെ നിൽക്കുമോ, അല്ലെങ്കിൽ പൊക്കൂടെ, അങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ടായിരിക്കാം. പക്ഷെ ആ ജീവിതത്തിൽ പെട്ടുപോയവരുടെ അവസ്ഥയാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ കേൾക്കുന്ന ഒരു ആക്ടറുടെ തന്നെ കാര്യങ്ങൾ കേൾക്കാം. അപ്പോൾ അവരത്രയും ബിഗ് ബോസിലും ഇതിലൊക്കെ വന്നിട്ടും അങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ല. അവരുടെ ജീവിതം പറയുന്നതുണ്ട് കേട്ടോ. അത് പറയുന്നത് അത് അനുഭവിച്ചവർക്കാണ് അനുഭവങ്ങൾ മനസ്സിലാവുള്ളൂ കേട്ടോ. അല്ലാത്തവർ വിചാരിക്കും ഓ ഇതൊക്കെ ഇപ്പോൾ പറയല്ലേ, പബ്ലിസിറ്റിക്ക് ഇങ്ങനെ വേണ്ടി പറയാണ്. അല്ലെങ്കിൽ ബിഗ് ബോസിൽ വന്നപ്പോൾ, അല്ലെങ്കിൽ ഇതിന് മുൻപ് അവരോടൊരു ഇൻ്റർവ്യൂവിൽ ചോദിച്ച സമയത്ത് പറഞ്ഞു സ്വന്തം കുട്ടീനെ പോലെയാണ് അവരുടെ കുട്ടീനെ കാണണമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ അവർ നല്ല സ്നേഹമായിട്ടും സന്തോഷമായിട്ടും ജീവിക്കണമെന്ന് പറഞ്ഞു. ഒരു വിവാഹബന്ധത്തിൽ നമ്മൾ പെട്ടുപോയി, ആ വിവാഹബന്ധത്തിൽ പെട്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എൻ്റെയൊക്കെ കാലഘട്ടത്തിലാണെങ്കിലും നമ്മൾ കൂട്ടുകുടുംബത്തിലോ അല്ലെങ്കിൽ നമ്മുടെ അണുകുടുംബമാണെങ്കിൽ പോലും ഒരു ചിട്ടവട്ടങ്ങളിൽ കൂടെ ജീവിച്ച് പോയവരാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ അറിഞ്ഞാൽ എന്ത് ചിന്തിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവർ ബന്ധുക്കളായിക്കോട്ടെ അവനവൻ്റെ വീട്ടുകാർക്ക് അതൊരു ബുദ്ധിമുട്ടായാലോ എന്ന് സ്വയം ചിന്തിക്കുന്ന പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ ഒരു പരിധിയിലധികം അവരിത് കടിച്ചു പിടിച്ച് സഹിച്ച് നിൽക്കൂട്ടോ. അതെന്താ കാരണം പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേപോലെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പെൺകുട്ടിയും ഉണ്ടായത്. അപ്പോൾ ആ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയേ ഉള്ളൂ. ആ കുട്ടിയുടെ സഹോദരൻ നല്ല രീതിയിൽ ഒരു IT കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. അതുപോലെ തന്നെ അമ്മയ്ക്കും ജോലിയുണ്ട്, അച്ഛനും ജോലിയുണ്ട് കേട്ടോ. അപ്പോൾ വീട്ടിലും സാമ്പത്തികമായിട്ടും കാര്യങ്ങളെ കൊണ്ടും ബുദ്ധിമുട്ടൊന്നുള്ളതല്ല. പക്ഷേ ആ കുട്ടിയും എന്താ ചിന്തിക്കുന്നത്, കല്യാണം കഴിഞ്ഞു, കുട്ടികളായി, 2 കുട്ടികളായി, ഇനിയിപ്പോൾ എന്താ എന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ ഇങ്ങനെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കടിച്ചു പിടിച്ച് ജീവിച്ച് പോവുകയാണ് കേട്ടോ. അങ്ങനത്തെ സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വ്യക്തികൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഉപദ്രവിക്കും. ഭാര്യ എന്ന് പറഞ്ഞാൽ അടിമ എന്നാണ് അവരുടെ ചിന്ത കേട്ടോ. അപ്പോൾ ആ ഭാര്യ അടിമയാണ്, അല്ലെങ്കിൽ എനിക്ക് വേണ്ടതെല്ലാം ചെയ്തു തരണം, അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കണം, അവളൊരു വ്യക്തിയല്ല, അല്ലെങ്കിൽ ഒരു സ്ത്രീ അല്ല, ഒരു അമ്മയല്ല, അല്ലെങ്കിൽ ഒരു ഭാര്യയല്ല, ഒരു മകളല്ല എന്ന രീതിയിലാണ് അവരുടെ പെരുമാറ്റം. അവർക്ക് മാത്രമാണ് സ്വാതന്ത്ര്യം, അതായത് ഭർത്താവിന് മാത്രമാണ് അവരുടെ മേൽ സ്വാതന്ത്ര്യമുള്ളൂ. അവരെ പറയാനും അവരെ ഉപദ്രവിക്കാനും, ശാരീരികമായിട്ട് പോലും ചിലപ്പോൾ ഉപദ്രവിക്കും. അത് കഴിഞ്ഞ് അതിന് ശേഷം നമ്മളിത് അയ്യോ ഇത്രയൊക്കെ സഹിച്ചു, എനിക്ക് വയ്യ, എനിക്ക് പോവാൻ നമ്മൾ ചിന്തിച്ചാൽ പോലും പോകാൻ പറ്റാത്ത ഒരു കെട്ടുപാട് വരികയാണ്. കാരണം ആ വ്യക്തി അപ്പം കാല് പിടിച്ച് കരയും, നീ പോവരുത്, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, നീ പോയി കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും ജീവിച്ചിരിക്കില്ല, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞിട്ട് ആ രീതിയിലൊക്കെ സംസാരിച്ചിട്ട് ആവും. അത് കേട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ അനുഭവിക്കുന്ന സ്ത്രീകൾ എന്ത് ചിന്തിക്കും, എന്തായാലും ഇത്രയൊക്കെ ആയി, ഇനി ഇങ്ങനെ ആനോട് പോട്ടെ വിചാരിക്കും. പക്ഷെ വീണ്ടും ഉപദ്രവം വരുമ്പോൾ ഇത് എങ്ങനെയെങ്കിലും ഇട്ടിട്ടാണ്ട് പോയാൽ മതി എന്ന് ചിന്തിക്കും. പിന്നെയും കാല് പിടിക്കുമ്പോൾ അങ്ങനെ ജീവിച്ചവർക്കാണ് അത് മനസ്സിലാവുള്ളൂ കേട്ടോ. അല്ലാത്തവർക്ക് അത് മനസ്സിലാവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാത്തവരെ ഇതുപോലെ ചോദിക്കുക, ഇട്ടിട്ട് പൊക്കൂടെ എന്ന് ചോദിക്കും. പക്ഷെ എന്തോ അവിടെ ഒരു കെട്ടുപാട് വരികയാണ്. അവിടെ നിന്ന് നമുക്ക് പുറത്തേക്ക് ചാടാൻ നമുക്ക് മനസ്സുകൊണ്ട് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാലും എവിടെയോ ഒരു പിടുത്തം അങ്ങോട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അനുഭവിച്ചവർക്കാണ് ഞാൻ ഈ പറയുന്നത് മനസ്സിലാവുള്ളൂ, അല്ലാത്തവർക്കത് മനസ്സിലാവില്ല.
പിന്നെ അങ്ങനെയൊക്കെ ആയിട്ട് ജീവിച്ച് പോവുകയാണ്. ഏറ്റവും ചിലപ്പോൾ 10-20 വർഷമൊക്കെ അങ്ങനെ ജീവിച്ചതിന് ശേഷമായിരിക്കും ഇത് ഇനി എനിക്ക് പറ്റില്ല എന്നുള്ള രീതിയിൽ ഇട്ടെറിഞ്ഞു പോരണുള്ളൂ കേട്ടോ. അങ്ങനെ ഒരുപാട് പേര് സഹിക്കുന്നവരുണ്ട് കേട്ടോ. അവരുടെ എന്താണ് ഇങ്ങനെയുള്ള വ്യക്തികളെ കുറിച്ച് പറയേണ്ടത് എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇങ്ങനെയുള്ള വ്യക്തികളുടെ കൂടെ ജീവിക്കുന്നവരുടെ അനുഭവങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ പുറമെ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരാളും ഇതറിയില്ല. കാരണം പുറത്തൊക്കെ പോകുമ്പോൾ ഭാര്യയും കൊണ്ട് പോകുമ്പോൾ ഇവർ നല്ല രീതിയിലാണ് ഭാര്യയോട് പെരുമാറുക. അതുപോലെ മറ്റുള്ളവരുടെ മുൻപിൽ നിന്നിട്ട് സംസാരിക്കുമ്പോൾ അത്ര അതിവിനയമായിട്ട്, അതല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ളവരോട് അത്രയും എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് സംസാരിക്കുന്ന പ്രകൃതി എങ്ങനെയാണെന്ന് എനിക്കത് പറഞ്ഞ് മനസ്സിലാക്കി തരാനായിട്ട് കഴിയില്ല. അത്രയും അങ്ങനെയൊക്കെ സംസാരിച്ച് എല്ലാവരും അതിൽ വീഴും. ഒരാൾക്ക് പോലും ആ വ്യക്തിയെക്കുറിച്ചൊരു കുറ്റം പറയാനുണ്ടാവില്ല. കാരണം അത്രയും നല്ല ഡീസൻ്റ് ആയിട്ടുള്ള പെരുമാറ്റമായിരിക്കും. പിന്നെ ഇപ്പം എന്താ വെച്ചാൽ ഇവരൊക്കെ നല്ല സമൂഹത്തിലാണെങ്കിലും അല്ലെങ്കിൽ ജോലി സംബന്ധമായ കാര്യങ്ങളിലൊക്കെ ഇവർ ഉയർന്ന സ്ഥാനങ്ങളിലായിരിക്കും. അല്ലെങ്കിൽ മറ്റുള്ളവരോട് പെരുമാറുമ്പോൾ ഒരാൾ പോലും ആ വ്യക്തിയെ കുറ്റം പറയില്ല. അപ്പോൾ പിന്നെ കുറ്റം പറയാൻ ആരാ? ഈ കൂടെ ജീവിക്കുന്ന ഭാര്യനെ. ആ സ്ത്രീക്ക് ഇയാൾ ഇത്രയും നല്ല ഈ പെരുമാറി അല്ലെങ്കിൽ ഇത്രയും നല്ല സ്വഭാവമുള്ള ഒരാളെ കിട്ടിയിട്ട് ആ സ്ത്രീ ഇങ്ങനെ പോയി അല്ലെങ്കിൽ ആ സ്ത്രീ ഇങ്ങനെ പെരുമാറി എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ ആ ഭാര്യയെ മറ്റുള്ള പുരുഷന്മാരായിട്ട് ചേർത്ത് പറയുക, അല്ലെങ്കിൽ മറ്റുള്ള പുരുഷന്മാരോട് മിണ്ടിക്കഴിഞ്ഞാൽ അത് കുറ്റം, അല്ലെങ്കിൽ പുരുഷന്മാരോട് മിണ്ടണ്ടാവുക, സ്വന്തം വീട്ടിൽ നിന്ന് പോലും ഒരു ഫോൺ കോൾ വന്നു കഴിഞ്ഞാൽ എടുക്കാനായിട്ട് സമ്മതിക്കായിക, അല്ലെങ്കിൽ ആ ഫോൺ കോൾ വന്ന സ്പീക്കർ ഇട്ട് സംസാരിക്കുക. അവനവൻ്റെ കുട്ടികളെ തന്നെ നമ്മളിപ്പോൾ നമ്മുടെ കുട്ടികളെ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഫസ്റ്റ് മാരേജ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയി നിർത്തി വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടികളെ പോലും വിളിച്ച് സംസാരിക്കാൻ സമ്മതിക്കില്ല. പിന്നെ മാത്രമല്ല ഈ സെക്കൻഡ് മാരേജ് വെച്ചാൽ പിന്നെ പറയും വേണ്ട. അതായത് ഫസ്റ്റ് മാരേജിൽ ഒരു കുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടീനെ മറ്റുള്ളവരുടെ മുമ്പിൽ അപ്പടിയും ഇവരായിരിക്കും നന്നായിട്ട് നോക്കുന്നുണ്ടാവുക. പക്ഷേ ആ കുട്ടീനെ കാണാനോ ചിലപ്പോൾ ഈ പെൺകുട്ടിയുടെ വീട്ടുകാരായിരിക്കും ആ കുട്ടീനെ നോക്കുന്നുണ്ടാവുക. 5 പൈസ ചിലവിന് കൊടുക്കാനോ അല്ലെങ്കിൽ ആ കുട്ടീനെ ഒന്ന് ഫോണിൽ സംസാരിക്കാനോ ആ കുട്ടീനെ ഒന്ന് കാണാൻ പോകാനോ ഒന്നും സമ്മതിക്കില്ല. പക്ഷെ മറ്റുള്ളവർക്ക് മുന്നിൽ അറിയില്ല. അപ്പോൾ മറ്റുള്ളവരെന്ത് പറയും? ഈ കുട്ടിയടക്കം ചിലപ്പോൾ വളർന്നു വരുമ്പോൾ എന്ത് പറയും? അമ്മയ്ക്ക് എന്നെ കാണണമെന്നില്ല, അല്ലെങ്കിൽ അമ്മ എന്നെ സ്നേഹിച്ചിട്ടില്ല, അമ്മ എന്നെ നോക്കിയിട്ടില്ല. പിന്നെ മറ്റുള്ളവർ ബന്ധുക്കളാണെങ്കിലും ആ കുട്ടിയുടെ വീട്ടുകാരാണെങ്കിലും എന്ത് പറയും? നിനക്കൊരു കല്യാണം കഴിച്ചപ്പോൾ നിനക്കതിൽ മക്കളായി, അപ്പോൾ അല്ലെങ്കിൽ നീ നിൻ്റെ ഭർത്താവിൻ്റെ മക്കളെന്നെ നോക്കി, അപ്പോൾ നിനക്ക് നിൻ്റെ കുട്ടീനെ വേണ്ട, അപ്പോൾ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ, നിൻ്റെ കുട്ടീനെ ഇപ്പം ഞങ്ങളില്ലാച്ച എന്ത് ചെയ്യും എന്ന രീതിയിൽ പറയുമ്പോൾ ആ അമ്മയുടെ മനസ്സ് എത്രമാത്രം പൊട്ടുന്നുണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. കാരണം അവർക്ക് പുറത്തേക്ക് പണ്ടുള്ളവർ പറയില്ലേ, മതിരിച്ചിട്ട് തുപ്പാനും വയ്യ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ പറയുന്ന അവസ്ഥയാണ്. കാരണം ഈ ഭർത്താവിനെ കുറിച്ചോ ഭർത്താവിൻ്റെ പെരുമാറ്റങ്ങളെ കുറിച്ചോ മറ്റുള്ളവരോട് പറഞ്ഞ് എന്തിനാ മറ്റുള്ളവരോട് പറഞ്ഞിട്ട് അതൊരു ഇതാക്കണത്? ഞാൻ സുഖമായിട്ടാണ് ജീവിക്കണം എന്നുള്ളത് മറ്റുള്ളവർ ചിന്തിച്ചോട്ടെ, അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ സ്ത്രീ ഇതെല്ലാം സഹിക്കുന്നുണ്ടാവുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് മാരേജ് ആണെന്നുണ്ടെങ്കിലും അവർക്ക് സ്വന്തം 2 കുട്ടികൾ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ കാര്യമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പോൾ ആ പെൺകുട്ടിക്ക് എല്ലാം ഉണ്ട്, സാമ്പത്തികമുണ്ട്, നല്ല ജോലിയുള്ള ഭർത്താവുണ്ട്, 2 മക്കളുണ്ട്, വീടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു അടിമയ്ക്ക് തുല്യമായിട്ടാണ് ആ പെൺകുട്ടി ജീവിക്കുന്നത്. ആ കുട്ടിക്ക് നേരത്തെ ഭക്ഷണം കഴിക്കാനോ കാര്യങ്ങൾക്കോ സമയമില്ല. കാരണം ഭർത്താവിന് പോകുമ്പോഴത്തേനും ഒരു അടിമ എങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കണം വെച്ചാൽ അതുപോലെ ഭർത്താവിന് ചെയ്ത് കൊടുത്ത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വാഹനമൊക്കെ കഴുകി വൃത്തിയാക്കി തുടച്ച് വൃത്തിയാക്കി വെക്കണം. അയാൾക്ക് ജോലിക്ക് പോകേണ്ടതല്ലേ. അത് കഴിഞ്ഞ് അയാൾ പോയി കഴിഞ്ഞാൽ വീട് എങ്ങനെ ഉണ്ടായിരിക്കും? അതെല്ലാം വൃത്തിയാക്കി. ചെറിയ കുട്ടികളാച്ചാൽ പിന്നെ ആ കുട്ടികളുടെ പിന്നാലെ നടന്ന കുട്ടികളെ നോക്കേണ്ട കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ കഴിഞ്ഞാൽ എന്തുണ്ടായിട്ട് എന്താ കാര്യം? ഒരു സ്വാതന്ത്ര്യം ഇല്ലാതെ, ശ്വാസം വിടാൻ പോലും സ്വാതന്ത്ര്യം ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്ത് ജീവിതം അല്ലേ? അവനവൻ്റെ സ്വന്തം വീട്ടിലേക്ക് വിളിക്കാൻ പറ്റില്ല. അവനവൻ്റെ ഒരു ഫ്രണ്ട്സ് ലേഡികളാണെങ്കിൽ പോലും അവരോട് സംസാരിക്കാൻ പറ്റില്ല. കാരണം ഇയാളുടെ സാന്നിധ്യത്തിൽ വേണം സംസാരിക്കാൻ, ഇയാളുടെ സാന്നിധ്യത്തിൽ നമ്മൾ സ്പീക്കർ ഇട്ട് വേണം സംസാരിക്കാൻ. നമ്മൾ എന്ത് സംസാരിക്കണം, എങ്ങനെ പറയണം എന്നുള്ളത് ഈ വ്യക്തി നമ്മളോട് ഇവിടെ ഇരുന്ന് സംസാരിച്ച് തരുമ്പോൾ നമുക്കത് പറയാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെ വിചാരിക്കുമ്പോൾ എന്ത് വിചാരിക്കും? ഒരു ഫ്രണ്ടിനെയും വിളിക്കണ്ട, ആണായാലും വേണ്ടിയ പെണ്ണായാലും വേണ്ടിയ ആരും വിളിക്കണ്ട, അവനവൻ്റെ വീട്ടിലേക്കും വിളിക്കണ്ട എന്ന് ചിന്തിക്കും അല്ലേ? അങ്ങനെ ചിന്തിച്ച് പോയിട്ട് അവർ മാനസികമായി ഇതെല്ലാം അനുഭവിച്ച ഈ പീഡനങ്ങളെല്ലാം, മാനസികമായ പീഡനം, ശാരീരികമായത് വേറെ, അങ്ങനെ അനുഭവിക്കുമ്പോൾ രാവും ഇല്ല പകലും ഇല്ല ജീവിച്ച് പോകണു എന്നുള്ള രീതിയിൽ എത്ര വിദ്യാഭ്യാസമുള്ളവരാണെന്നുണ്ടെങ്കിലും ഒരു വിവരവും ഇല്ലാത്ത ആൾക്കാരെ പോലെ അവർ മാറിപ്പോവുകയാണ്. കാരണം ഒരാളായിട്ട് സമ്പർക്കമില്ല, മറ്റൊരാളോട് മിണ്ടുമ്പോൾ പേടിക്കണം. കാരണം എന്തെങ്കിലും മിണ്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ഇയാൾ അവിടെ കുറ്റം കണ്ടുവച്ചിട്ടുണ്ടാവും. അത് തിരിച്ച് വീട്ടിൽ വന്നാലാണ് പറയുക.
അപ്പോൾ അടുത്ത വീട്ടുകാരോട് സംസാരിക്കാച്ചാലും പേടിക്കണം. ഇനി എന്തെങ്കിലും ഫംഗ്ഷന് പോയാലും സംസാരിക്കണമെങ്കിൽ പേടിക്കണം. അപ്പോൾ എന്താ വെച്ചാൽ ഒരു പാവയെ കെട്ടിക്കൊണ്ട് നടക്കുന്ന പോലെ അയാൾ പറയുന്ന രീതിയിൽ ഡ്രസ്സ് ചെയ്യുക, നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്യുക, പോവുക. അപ്പോൾ മറ്റുള്ളവരുടെ മുൻപിൽ എന്താ എത്ര നല്ല ഭർത്താവാണ്, നല്ല രീതിയിൽ ഡ്രസ്സിങ്ങും അതുപോലെ എവിടേക്കൊക്കെ അവളെ കൊണ്ടുപോകുന്നുണ്ട്, അങ്ങനെയൊക്കെ മറ്റുള്ളവർ ചിന്തിക്കുള്ളൂ. പക്ഷേ ഈ അവസ്ഥയിൽ ജീവിക്കുന്ന പെൺകുട്ടികളുടെ അവസ്ഥ അല്ലെങ്കിൽ സ്ത്രീകളുടെ അവസ്ഥ അവർക്ക് മാത്രമേ അറിയുള്ളൂ. അതുപോലെ ഒരുപാട് പേര് ഈ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരുണ്ട്, അവർക്കും മനസ്സിലാവും, അല്ലാത്തവർക്കത് മനസ്സിലാവില്ല കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി ഈ കുട്ടിയുടെ കാര്യം നമ്മൾ ഇന്നലെ ഇങ്ങനെ സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നി നിങ്ങളായിട്ട് വെക്കണമെന്ന്. അപ്പോൾ അവിചാരിതമായിട്ട് ഞാനും ആ ആക്ട്രസിൻ്റെ വീഡിയോ കാണുകയാണ്. അപ്പോൾ എനിക്ക് അവർ പറയുന്നത് സത്യമാണ്, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ അനുഭവങ്ങൾ ഉണ്ടായി എന്ന് പറയുമ്പോൾ ഇത് ഇങ്ങനെയൊക്കെ ഞാൻ കണ്ട് മനസ്സിലാക്കിയത് കൊണ്ടാണ് അത് ശരിയായിരിക്കും എന്നെനിക്ക് തോന്നുന്നത് കേട്ടോ. അങ്ങനെയുള്ള പുരുഷന്മാരെ ഒരാളും കുറ്റം പറയില്ല, കാരണം അവരെല്ലാവരുടെ മുന്നിൽ നന്നായിട്ട് നല്ലൊരു വ്യക്തിയായിട്ടാണ് കാണുക. അപ്പോൾ പിന്നെ ആർക്കാ കുറ്റം പറയാനുള്ളത്? ആർക്കും കുറ്റം പറയാനില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതൊന്നും എനിക്ക് പങ്കുവെക്കണം തോന്നി. ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സി യു.